കഴിഞ്ഞ ക്ലാസ്സിൽ എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത് മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസസ്. ഈ മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസസിന് തന്നെ നമ്മൾ എങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്. അതിൽ വരുന്ന ഇൻഡയറക്റ്റ് പാർട്ടാണ് ഓവർഹെഡ്സ് എന്ന് പറയുന്നത്. എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളുടെ ഒരു കൂട്ടമാണ് ഓവർഹെഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ മെറ്റീരിയലിന് തന്നെ ഡയറക്റ്റും ഇൻഡയറക്റ്റും ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇൻഡയറക്റ്റ് മെറ്റീരിയലാണ് ഓവർഹെഡ് എന്ന് പറയുന്നത്. ലേബറിന് ഡയറക്റ്റ് ലേബറും ഇൻഡയറക്റ്റ് ലേബറും ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇൻഡയറക്റ്റ് ലേബറിനെയാണ് ഓവർഹെഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ എക്സ്പെൻസസിനെയും ഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡയറക്റ്റ് എക്സ്പെൻസും ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് പാർട്ടിന് മാത്രമാണ് ഓവർഹെഡ്സ് എന്ന് പറയുക. അതായത് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഇൻഡയറക്റ്റ് ലേബർ പ്ലസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഇതാണ് ഓവർഹെഡ്സ് എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് മെറ്റീരിയലും ഇൻഡയറക്റ്റ് ലേബറും ഇൻഡയറക്റ്റ് എക്സ്പെൻസും കൂടി വരുമ്പോഴാണ് ഓവർഹെഡ്സ് വരുന്നത്. ഈ ഓവർഹെഡ്സിനെ തന്നെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: ഫാക്ടറി ഓവർഹെഡ്, അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. ഫാക്ടറി ഓവർഹെഡിനെ വർക്ക് ഓവർഹെഡ് എന്നും പറയും. ഫാക്ടറി ഓവർഹെഡ് എന്താണെന്ന് വെച്ചാൽ ഒരു കമ്പനിയുടെ പ്രൊഡക്ഷൻ സമയത്ത് ഉണ്ടാകുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ് ഫാക്ടറി ഓവർഹെഡ് എന്ന് പറയുന്നത്. ഫാക്ടറി ഓവർഹെഡിൻ്റെ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ആ ഫാക്ടറി നിൽക്കുന്ന ബിൽഡിങ്ങിന് കൊടുക്കുന്ന റെൻറ്റ്, അതുപോലെ തന്നെ പവർ ചാർജസ്, അവിടെ വരുന്ന ഇലക്ട്രിസിറ്റി ചാർജസ്, അതുപോലെ റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസ് ചാർജസ്, ക്ലീനിങ് ചാർജസ്, മെഷീൻ ഓയിൽ ചാർജസ്, ഇതൊക്കെയാണ് ഫാക്ടറി ഓർ പ്രൊഡക്ഷൻ ഓവർഹെഡിൽ വരുന്ന എക്സാമ്പിൾസ്. അടുത്തത് ഓഫീസ് ഓർ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്. അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡിനെ ഓഫീസ് ഓവർഹെഡ് എന്നും പറയും. ഒരു കമ്പനിയുടെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ എക്സ്പെൻസുകളും അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് അല്ലെങ്കിൽ ഓഫീസ് ഓവർഹെഡിലേക്കാണ് ചാർജ് ചെയ്യുന്നത്. അതിൽ വരുന്നത് കമ്പനി നിൽക്കുന്ന ബിൽഡിങ്ങിൻ്റെ റെൻറ്റ്, അതുപോലെ തന്നെ ലീഗൽ എക്സ്പെൻസസ് വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ അത് ചാർജ് ചെയ്യുന്നത് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡിൻ്റെ അണ്ടറിലാണ്. അതുപോലെ സ്റ്റേഷനറി എക്സ്പെൻസസ്, ടെലിഫോൺ എക്സ്പെൻസസ്, ഓഫീസ് ആൻഡ് ലൈറ്റ് ചാർജസ്, അതുപോലെ റിപ്പയർ ചാർജസ്, എംപ്ലോയേഴ്സ് സാലറി, അതായത് എംപ്ലോയേഴ്സിന് കൊടുക്കുന്ന സാലറി എമൗണ്ട്, ഇതെല്ലാം ഓഫീസ് ഓർ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡിൻ്റെ അണ്ടറിൽ വരുന്ന ഐറ്റംസ് ആണ്. അടുത്തതാണ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് രണ്ട് പാർട്ടാണ് അത് ശരിക്കും. അതായത് സെല്ലിംഗ് ഓവർഹെഡും ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡും അതൊരൊറ്റയടിക്കാണ് പറയുന്നത് ഞാൻ. അതായത് ഇപ്പോൾ ഓവർഹെഡ്സ് നമ്മൾ മൂന്നായിട്ട് പറഞ്ഞു: ഒന്ന് ഫാക്ടറി ഓവർഹെഡ്, ഒന്ന് ഓഫീസ് ഓവർഹെഡ്, മൂന്നാമത്തത് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. ശരിക്കും പല ബുക്സിലൊക്കെ സെല്ലിംഗ് ഓവർഹെഡ്, ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് അങ്ങനെ 4 പാർട്ടായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതങ്ങനെയും പഠിക്കാം. നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിന് നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരുമിച്ച് പഠിക്കാം. അതായത് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷനും രണ്ടും പ്രൊഡക്റ്റിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതുകൊണ്ടാണ് അത് ഒരുമിച്ച് പറയാൻ കാരണം. ഇനി സെല്ലിംഗ് ഓവർഹെഡ് എന്താണെന്ന് പറയാം. ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആ പ്രൊഡക്റ്റിൻ്റെ പ്രൊമോഷന് വേണ്ടി വരുന്ന എക്സ്പെൻസ് ആണ് സെല്ലിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് എന്ന് വെച്ചാൽ ആ ഫിനിഷ് പ്രൊഡക്റ്റ് എങ്ങനെ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ എത്തിക്കും അതിന് വേണ്ടി വരുന്ന എക്സ്പെൻസുകളാണ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് എന്ന് പറയുന്നത്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അഡ്വർടൈസ്മെൻറ്റ് പറയുന്നത് എന്താ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ടി വിയിൽ കാണുന്ന പരസ്യം, അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിലൊക്കെ നമ്മൾ പരസ്യം കാണാൻ, ആ പരസ്യമൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ പ്രൊഡക്റ്റിന് പ്രൊമോഷന് വേണ്ടിയിട്ടാണ്. ഒരു പ്രൊഡക്റ്റ് വന്നു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് കൺസ്യൂമേഴ്സിൻ്റെ മുന്നിൽ എത്തിക്കണമെങ്കിൽ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ മുന്നിൽ എത്തിക്കണമെങ്കിൽ എന്ത് വേണം? അതിനൊരു പ്രൊമോഷൻ വേണം. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ടെന്ന് പറയുന്നതാണ് അഡ്വർടൈസ്മെൻറ്റ്. അത് സെല്ലിംഗ് ഓവർഹെഡാണ്. അടുത്തത് ക്യാരേജ് ഔട്ട്വേർഡ് എന്ന് വെച്ചാൽ ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് ആണ്. കൺസ്യൂമേഴ്സിൻ്റെ കയ്യിലാണ് അൾട്ടിമേറ്റ്ലി ഈ പ്രൊഡക്റ്റ് എത്തേണ്ടത്. അപ്പോൾ അത് എത്താൻ വേണ്ടി വരുന്ന ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസ് ആണ് ക്യാരേജ് ഔട്ട്വേർഡ് എന്ന് പറയുന്നത്. അത് ഡിസ്ട്രിബ്യൂഷൻ്റെ പാർട്ടാണ് കേട്ടോ. അടുത്തത് ഗോ ഡൗൺ വരുന്ന എക്സ്പെൻസുകൾ. പിന്നെ ഡിസ്കൗണ്ട് ഒക്കെ കൊടുക്കുന്നത്, കമ്പനി ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ എന്താ? അതൊരു പ്രൊമോഷൻ്റെ പാർട്ടാണ്. ഇപ്പോൾ ഒരെണ്ണം എടുത്ത ഒരെണ്ണം ഫ്രീ എന്നൊക്കെ പറയുമ്പോൾ എന്താ? ആ പ്രൊഡക്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നു. ചിലപ്പോൾ അത് ആ പ്രൊഡക്റ്റിന് മറ്റേ പ്രൊഡക്റ്റിന് കുറച്ച് വില കൂട്ടിയിട്ടായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. എങ്ങനെ പോയാലും കമ്പനി ഒരിക്കലും നഷ്ടത്തിലൊരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് തരില്ല. അത് ലാഭത്തിന് വേണ്ടി തന്നെ തരുള്ളൂ. അപ്പോൾ കമ്പനി ആ പ്രൊഡക്റ്റിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് തരുന്ന ഒരു സംഭവമാണ് ഡിസ്കൗണ്ട്, അഡ്വർടൈസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ. അതൊക്കെ സെല്ലിംഗ് എക്സ്പെൻസിലാണ് വരുന്നത്. ഓവർഹെഡ്സിൻ്റെ 3 ഡിവിഷൻ പഠിച്ചു: ഫാക്ടറി ഓവർഹെഡ്, അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്.
ഇനി കമ്പോണൻസ് ഓഫ് കോസ്റ്റ് പഠിക്കണം. അതായത് ഇപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ നിന്നും എൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണിത്. അതായത് കമ്പോണൻസ് ഓഫ് കോസ്റ്റ് എന്ന് വെച്ചാൽ പ്രൈം കോസ്റ്റ്, വർക്ക് കോസ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ടോട്ടൽ കോസ്റ്റ്. എന്താണ് പ്രൈം കോസ്റ്റ്? നമ്മൾ മെറ്റീരിയൽസിനെ ഡിവൈഡ് ചെയ്തത് എങ്ങനെയാണ്? ഡയറക്റ്റും ഇൻഡയറക്റ്റും. അതിൽ ഇൻഡയറക്റ്റ് പാർട്ടിനെ നമ്മൾ എന്താ വിളിച്ചത്? ഓവർഹെഡ്സ് എന്ന് വിളിച്ചു. ഡയറക്റ്റ് പാർട്ടിനെ നമ്മൾ വിളിക്കുന്നത് പ്രൈം കോസ്റ്റ് ആയിട്ടാണ്. അതുപോലെ തന്നെ ലേബറിൻ്റെ ഡയറക്റ്റ് ലേബറിനെ വിളിക്കുന്നത് പ്രൈം കോസ്റ്റ് ആണ്. എക്സ്പെൻസസിൻ്റെ ഡയറക്റ്റ് പാർട്ട്, അതായത് ഡയറക്റ്റ് എക്സ്പെൻസിനെ വിളിക്കുന്നത് പ്രൈം കോസ്റ്റ് എന്നാണ്. അപ്പോൾ ഈ ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് എക്സ്പെൻസസും കൂടി വരുന്നതാണ് പ്രൈം കോസ്റ്റ്. പ്രൈം കോസ്റ്റ് ഈസ് ഈക്വൽ ടു ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ്. അടുത്തതാണ് വർക്ക് കോസ്റ്റ്. വർക്ക് കോസ്റ്റ് എന്ന് വെച്ചാൽ പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി ഓവർഹെഡ്. പ്രൈം കോസ്റ്റ് കഴിഞ്ഞ സ്റ്റെപ്പിൽ പഠിച്ചല്ലോ, ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്. അതിൻ്റെ കൂടെ ഫാക്ടറി ഓവർഹെഡും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് കോസ്റ്റ് കിട്ടും. അടുത്തതാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ കഴിഞ്ഞ സ്റ്റെപ്പിലെ വർക്ക് കോസ്റ്റും അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. അപ്പോൾ വർക്ക് കോസ്റ്റും അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. ഇതൊരു കണ്ടിന്യൂഷനാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയൽസ് എല്ലാം ആഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് കിട്ടിയ സ്റ്റെപ്പായിരുന്നു പ്രൈം കോസ്റ്റ്. അതിൻ്റെ കൂടെ ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്തപ്പോൾ വർക്ക് കോസ്റ്റ് കിട്ടി. അടുത്തത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ആഡ് ചെയ്തപ്പോൾ, വർക്ക് കോസ്റ്റിൻ്റെ കൂടെ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ആഡ് ചെയ്തപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടി. അടുത്തതാണ് ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ കമ്പനിക്ക് വന്ന മൊത്തം ചിലവ്, ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ആ കമ്പനിക്ക് എത്രമാത്രം ചിലവ് വന്നിട്ടുണ്ടോ ആണ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് സെയിൽസ് എന്നും പറയും. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പ്ലസ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആണ് ടോട്ടൽ കോസ്റ്റ്. ഇപ്പോൾ കണ്ടുപിടിച്ച കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആഡ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാലാണ് ടോട്ടൽ കോസ്റ്റ് കിട്ടുന്നത്. ഇതെന്തിനാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്? നമുക്ക് കറക്റ്റ് സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാനാണ്. ഈ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ പ്രോഫിറ്റും കൂടി കറക്റ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും. അത് കറക്റ്റ് ഫിക്സ് ചെയ്തില്ലെങ്കിൽ നമ്മളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ലോസിലേക്കായിരിക്കും പോവുക. പ്രോഫിറ്റ് കിട്ടത്തില്ല കമ്പനിക്ക്, പകരം ലോസ് ആയിരിക്കും പോവുക. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് എന്തിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിൻ്റെ ഇനിയും ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.